മലയോര മേഖലയായതുകൊണ്ടായിരിക്കാം റേഡിയേറ്ററിൽ ചൂട് കയറിയിട്ട് കക്കാടംപൊയിൽ പോകുന്ന വഴിയെ ബാക്കിയായി. ആ വള്ളം കയറ്റാ ചൂടായിട്ട് വേണ്ടി. നല്ല ഇറക്കമുള്ള സ്ഥലമാണ്, നല്ല കയറ്റമുണ്ട്, ഏകദേശം നല്ല കയറ്റമുണ്ട്. ആ ജീപ്പ് വരുന്ന കണ്ട അത്രത്തോളം ഇറക്കമുള്ള സ്ഥലമാണ്. പുറത്തത്തെ വൈബറുണ്ട്, നല്ല വ്യൂ ആണ്. ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. ബാക്കിയാണ് റോട്ടിൽ ബാക്കിയാണ്. ഏകദേശം പോകാനുള്ള വഴിയിൽ ബസ് ചൂടായിട്ട് കക്കാടംപൊയിൽ ഇടുന്ന ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ പോസ്റ്റാണ്. ബസ് നോക്കിയാൽ കണ്ട ചൂടായിട്ട് ഇവിടെ ഓഫായിട്ടുണ്ട്. ഓഫാണ്, ബസ്സൊക്കെ ഇവിടെ ഓഫായിട്ട് നിന്നിട്ടുണ്ട്. ഇത് ചൂട് തണുപ്പിച്ചിട്ട് ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ട്, നടന്നു പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികളായിട്ട് ചെറിയ വണ്ടിയാണ്, അങ്ങനെ പോക്കാണ്. നല്ല കയറ്റങ്ങളാണ്. കയറുകയാണ്, കയറ്റങ്ങൾ. ഏകദേശം 6 കിലോമീറ്റർ അടുത്തെത്താൻ 50 ബസ് ബാക്കി വെച്ചത്. ഇതാണ് മലയോര ഗ്രാമപ്രദേശങ്ങളുടെ അവസ്ഥ. ബസ്സിൻ്റെ അവസ്ഥയാണ്. അങ്ങനെ വന്ന് പള്ളിപ്പാറയിൽ പെട്ടിരിക്കുക ഗൈസ്. ഇതാ റോഡ് പെട്ട് 10-15 മിനിറ്റോളായി. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് നടന്നിട്ട് മുമ്പോട്ട് വരാൻ. KSRTC ബസ്സിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടുന്ന് നടക്കണമെന്ന് പറഞ്ഞാൽ ഏകദേശം കക്കാടംപൊയിലേക്ക് 3 കിലോമീറ്റർ 4 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പം എന്തിനും കയ്യാട്ടണം, വെയിറ്റിംഗ് ആണ്. ഒക്കെ വരുന്നുണ്ട്, കയ്യിൽ നിർത്തുന്നില്ല. കക്കാടംപൊയിൽ വന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഒരു വണ്ടിയും കിട്ടുന്നില്ല. അവസാനം സ്കൂട്ടി കിട്ടി, അതിൽ കയറി കക്കാടംപൊയിലെത്തി. ഇപ്പോൾ നമ്മൾ കാണുന്നത് കക്കാടംപൊയിലാണ്. അടിപൊളി സ്ഥലമാണ് കക്കാടംപൊയിൽ. തണുപ്പൊക്കെ ഉണ്ട്, നല്ല സ്പോട്ടാണ്. അതിമനോഹരമായ ഒരു സ്ഥലവും കൂടിയാണ് കക്കാടംപൊയിൽ. ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏകദേശം വൈകുന്നേരം ലേറ്റായി ഞാൻ എത്തുമ്പോൾ തന്നെ തണുപ്പ് അനുഭവിക്കുന്നു. ചാവടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലുള്ള കക്കാടംപൊയിലുള്ള ഹോട്ടലിലാണ്. നല്ല തണുപ്പ് വൈബാണ്. അത്ര വോളിബോളും ഒക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ കാണും. അടിപൊളി സ്പോട്ടാണ്. കക്കാടംപൊയിൽ ടൗണാണ്. മുമ്പിൽ കാണുന്ന ഷോപ്പുകളാണ് ഇതൊക്കെ കാണുന്നത്. തണുപ്പ് അനുഭവിക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം കൂടിയാണ് കക്കാടംപൊയിൽ. ഇവിടുന്ന് കുരിശുമല, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട്, ലേറ്റായതുകൊണ്ട് ഞാൻ അവിടത്തൊന്നും പോയില്ല. അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ്. അടിമലകളും ഒരുപാട് സ്ഥലങ്ങളൊക്കെ അപ്പുറം കാണാം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.